ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി, വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഇവിടെ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. എന്താ പ്രശ്നം? വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ചെറിയ ചില്ലറ പൈസക്കും പിന്നെ സുഖത്തിനും വേണ്ടി ചെയ്യണമെന്നുള്ളൂ. ഏതാണ്ട് ഈ ഒരു ഗുളിക തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. നമ്മളിതിലില്ല, കണ്ടാ മതി. ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കേറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. അടിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് ഇവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇത് എന്താണ് ഇവർ പറഞ്ഞത് ഈ പ്രതിസന്ധി? സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന ഒരു സാധനം ഗുളിയൊന്നും എടുക്കാതെ. പക്ഷെ ഇതൊന്നും ഇവിടെ ക്രമീകരണമില്ല. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പൊ ഒന്നും കാണാതെ ഇന്നലെ തൊട്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. അതായത് എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പൊന്നു എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. CPM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായ ബിജിലി പി ഈശോ എന്ന നേതാവാണ് ക്യാമ്പിലെ അന്തരീക്ഷം കളങ്കപ്പെടുത്താൻ ഈ അമ്മയെ മുൻനിർത്തി നാടകം കളിച്ചത്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല.